നമസ്കാരം. വയനാട് കള്ളാടിയിൽ നിർമ്മിക്കുന്ന നിർദ്ദിഷ്ട തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ വൻ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ സ്ഥലത്തെ എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന സർക്കാർ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി. ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും കരാർ കമ്പനി സുരക്ഷാ വ്യവസ്ഥകളും നിർമ്മാണ ചട്ടങ്ങളും ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുമായി സർക്കാർ അടിയന്തരമായി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. തന്ത്രപ്രധാനവും പരിസ്ഥിതി ലോലവുമായ ആനക്കമ്പോയിൽ മേപ്പാടി തുരങ്കപാതയ്ക്ക് ആവശ്യമായ പാരിസ്ഥിതിക അനുമതികൾ നൽകുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിച്ച തിടുക്കത്തെയും വീഴ്ചകളെയും കുറിച്ച് ഗുരുതരമായ പരാതികൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ അടിയന്തര നീക്കം. തുരങ്കപാത നിർമ്മാണത്തിൽ സംഭവിച്ച അപകടത്തിന്റെ കൃത്യമായ ആഘാതവും സാങ്കേതികപരമായ വീഴ്ചകളും വിലയിരുത്തുന്നതിനായി രൂപീകരിച്ച വിദഗ്ധ സമിതി ഒരു മാസത്തിനകം സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. പ്രമുഖ ഭൗമശാസ്ത്രജ്ഞനായ ഡോക്ടർ CP രാജേന്ദ്രൻ, വയനാട്ടിലെ ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ വിഷ്ണുദാസ്, സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ P പുകഴേന്തി, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി, ദുരന്ത ലഘൂകരണ വകുപ്പ് സെക്രട്ടറി എന്നിവരാണ് സമിതിയിലെ പ്രധാന അംഗങ്ങൾ. ദുരന്ത ലഘൂകരണ വകുപ്പ് സെക്രട്ടറിയാണ് സമിതിയുടെ കൺവീനറായി പ്രവർത്തിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന മേഖലയിലെ ഭൗമഘടനയും മണ്ണിന്റെ ഘടനയും കണക്കിലെടുക്കാതെയാണോ പണികൾ മുന്നോട്ട് കൊണ്ടുപോയതെന്ന കാര്യം സമിതി പ്രധാനമായും പരിശോധിക്കും. വിള്ളലുകളുള്ള പാറക്കെട്ടുകളും വനമേഖലയോട് ചേർന്നുള്ള അതീവ പരിസ്ഥിതിലോല പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഇടത്ത് ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ കരാർ കമ്പനി സ്വീകരിച്ചിരുന്നോ എന്ന കാര്യത്തിൽ കടുത്ത സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിർമ്മാണവേളയിൽ ഉണ്ടായ വീഴ്ചകൾ കണ്ടെത്തിയാൽ കരാർ കമ്പനിക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കാനാണ് നീക്കം. പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് ആവശ്യമായ വിശദമായ പാരിസ്ഥിതിക ആഘാത പഠനം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലും വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയരുന്നുണ്ട്. ജനവാസ മേഖലകൾക്കും വന്യജീവികൾക്കും ഭീഷണിയാകുന്ന രീതിയിൽ തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തിടുക്കപ്പെട്ട് പാരിസ്ഥിതിക അനുമതി നൽകി എന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെയും പ്രാദേശിക ഭരണകൂടങ്ങളുടെയും പ്രധാന ആരോപണം. സമിതി ഈ പാരിസ്ഥിതിക അനുമതി രേഖകളും വിശദമായി പരിശോധിക്കും. ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ നിർമ്മാണ തൊഴിലാളികളുടെയും ദുരന്തബാധിതരുടെയും കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അടിയന്തര ധനസഹായം നൽകാൻ സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് പരിക്കിന്റെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് 2 ലക്ഷം രൂപ വരെയുമാണ് അടിയന്തര സഹായമായി അനുവദിച്ചിട്ടുള്ളത്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കള്ളാടി മേഖലയിൽ അടുത്ത ദിവസങ്ങളുണ്ടായ കനത്ത മഴയ്ക്കിടെയാണ് നിർമ്മാണ സ്ഥലത്ത് കൂറ്റൻ മണ്ണിടിച്ചിലും പാറക്കല്ലുകൾ പതിക്കലും ഉണ്ടായത്. പാറകൾ തുരക്കുന്നതിനായി നടത്തിയ സ്ഫോടനങ്ങളാണ് മണ്ണ് അയഞ്ഞു പോകാനും ഇടിഞ്ഞു വീഴാനും കാരണമായതെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ പതിവായ വയനാടൻ മലനിരകളിൽ ഇത്തരമൊരു വലിയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന തത്വങ്ങൾ പോലും ലംഘിക്കപ്പെട്ടു എന്ന ആരോപണം ശക്തമാണ്. എന്തായാലും കള്ളാടി മേഖലയിൽ ഉണ്ടായ ദുരന്തം അത് വളരെ വലുതായിരുന്നു. ഈ ഘട്ടത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയുള്ളൂ.